കർക്കിടകം രാശിക്കാർക്ക് 2026 മെയ് മാസം സാധാരണമായ ഒരു കാലഘട്ടമല്ല. ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ അതേസമയം വലിയൊരു വിജയത്തിലേക്കുള്ള വഴിയും ഈ മാസം തുറന്നുകൊടുക്കുന്നു. നിങ്ങളുടെ കരിയർ ഈ മാസം ശക്തമായ നിലയിലാണ്. 10ാം ഭാവത്തിലെ സൂര്യൻ ബുധൻ യോഗം ജോലിസ്ഥലത്ത് അംഗീകാരം, പേരും പ്രശസ്തിയും നൽകും. മേലാധികാരികൾ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയും. പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. എന്നാൽ 9ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനത്തെ തുടർന്ന് ചില കാര്യങ്ങളിൽ ചെറിയ താമസം അനുഭവപ്പെടാം. എങ്കിലും നിങ്ങൾ നടത്തുന്ന കഠിനാധ്വാനത്തിന് തീർച്ചയായും ഫലം ലഭിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മെയ് മാസത്തിന്റെ 2ാം പകുതിക്ക് ശേഷം അനുകൂലമായ വാർത്തകൾ ലഭിക്കാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭസാധ്യതകൾ കാണുന്നുണ്ട്. എന്നാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സാമ്പത്തിക നിലയിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ട സമയം കൂടിയാണ് ഇത്. ഒരു വശത്ത് ചിലവുകൾ വർദ്ധിക്കാം, പക്ഷേ മറുവശത്ത് അപ്രതീക്ഷിതമായ ധനലാഭത്തിനും സാധ്യതയുണ്ട്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. വിദ്യാർത്ഥികൾക്ക് ഈ മാസം ഏകാഗ്രത ലഭിക്കും. എന്നാൽ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. കഠിനാധ്വാനം തുടരുകയാണെങ്കിൽ മികച്ച ഫലം നേടാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മെയ് 11 ശേഷമുള്ള സമയം കൂടുതൽ അനുകൂലമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തൊണ്ടയിലോ പല്ലുകളിലോ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദവും അനുഭവപ്പെടാം. അതിനാൽ യോഗയും ധ്യാനവും ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കുടുംബത്തിലും മാതാപിതാക്കളിലും പ്രത്യേകം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് പിതാവിന്റെ ആരോഗ്യത്തിൽ അല്പം കൂടുതൽ കരുതൽ ആവശ്യമാണ്. പ്രണയവും ദാമ്പത്യവും സംബന്ധിച്ചിടത്തോളം മെയ് 11 വരെ സമയം അല്പം സെൻസിറ്റീവ് ആയിരിക്കും. ചെറിയ തെറ്റിദ്ധാരണകൾ പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ ആശയവിനിമയം തുറന്നതും സത്യസന്ധവുമാക്കണം. മെയ് 11 ശേഷം ബന്ധങ്ങളിൽ വീണ്ടും സുഖവും സൗഹൃദവും വീണ്ടെടുക്കാൻ സാധിക്കും. മുന്നോട്ട് നോക്കുമ്പോൾ ജൂൺ 2 ശേഷമുള്ള സമയം വളരെ അനുകൂലമായിരിക്കും. മെയ് മാസത്തിൽ നിങ്ങൾ കാണിക്കുന്ന ക്ഷമയും കഠിനാധ്വാനവും ജൂൺ മാസത്തിൽ വലിയ പ്രതിഫലമായി ലഭിക്കും. ഈ കാലഘട്ടത്തിൽ ചില പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുന്നത് തടസ്സങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ്. ശിവനെ പ്രാർത്ഥിക്കുകയും ഗണപതി പൂജ ചെയ്യുകയും ചെയ്യുന്നത് അനുകൂല ഫലങ്ങൾ നൽകും. ആകെ കൂടി ഈ മാസം ചെറിയ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അതിന്റെ പിന്നിൽ വലിയൊരു വിജയസാധ്യത ഒളിഞ്ഞിരിക്കുന്നു. ക്ഷമയും ആത്മവിശ്വാസവും നിലനിർത്തിയാൽ നിങ്ങൾക്ക് ചില മികച്ച ഫലങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.